ശാന്തി 29/12/24 പ്രഭാതമുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 31/12/2002 മധുബൻ. ഈ നവവർഷത്തിൽ സർവ ഖജനാവുകളും സഫലമാക്കി സഫലതാമൂർത്തി ആകുന്നതിൻ്റെ വിശേഷത കാണിക്കൂ. ഇന്ന് നവയുഗ രചയിതാവും നവജീവിതദാതാവുമായ ബാബ്ദാദ നവവർഷം ആഘോഷിക്കുവാൻ വന്നിരിക്കുന്നു. നിങ്ങളേവരും നവവർഷം ആഘോഷിക്കാൻ വന്നിരിക്കുകയാണോ? നവയുഗം ആഘോഷിക്കാൻ വന്നിരിക്കുകയാണോ? നവവർഷം എല്ലാവരും ആഘോഷിക്കുന്നു. എന്നാൽ നിങ്ങളേവരും നവജീവിതവും നവയുഗവും നവവർഷവും മൂന്നും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ബാബ്ദാദയും ത്രിമൂർത്തി ആശംസകൾ നൽകുകയാണ്. നവവർഷത്തിൻ്റെ ആശംസകൾ അന്യോന്യം നൽകുന്നു. ഒപ്പം ഏതെങ്കിലുമൊക്കെ ഗിഫ്റ്റും നൽകുന്നു. ഗിഫ്റ്റ് നൽകുന്നുവല്ലോ. എന്നാൽ ബാബ്ദാദ നിങ്ങൾക്കേവർക്കും ഏതൊരു ഗിഫ്റ്റാണ് നൽകിയത്? ഗോൾഡൻ ലോകത്തിൻ്റെ ഗിഫ്റ്റ് നൽകി. എല്ലാവർക്കും ഗോൾഡൻ ലോകത്തിൻ്റെ ഗിഫ്റ്റ് ലഭിച്ചുവല്ലോ. ആ ഗോൾഡൻ ലോകത്തിൽ നവയുഗത്തിൽ സർവ പ്രാപ്തികളുമുണ്ട്. ഓർമ്മയുണ്ടോ തൻ്റെ രാജ്യം? ഏതെങ്കിലും അപ്രാപ്തിയുടെ പേരോ അടയാളമോ ഇല്ല. ഇങ്ങനെയുള്ള ഗിഫ്റ്റ് ബാബ്ദാദയ്ക്കല്ലാതെ മറ്റാർക്കും നൽകുവാൻ സാധിക്കില്ല. മുഴുവൻ വിശ്വത്തിലും അഥവാ ആരെങ്കിലും വലുതിലും വലിയ സമ്മാനം നൽകിയാൽ പോലും എന്തായിരിക്കും നൽകുക? വലുതിലും വലിയ കിരീടമോ സിംഹാസനമോ നൽകും. സ്ഥാപനയുടെ സമയത്തുള്ളവർ മുന്നിലിരിക്കുകയായിരുന്നു. എപ്പോഴാണോ സ്ഥാപന നടന്നിരുന്നത് അപ്പോൾ ആദിയിൽ തന്നെ ബ്രഹ്മബാബ കുട്ടികളോട് ചോദിച്ചിരുന്നു, അഥവാ താങ്കൾക്ക് ഇക്കാലത്തെ ഏതെങ്കിലും റാണിയുടെ കിരീടമോ സിംഹാസനമോ നൽകുകയാണെങ്കിൽ താങ്കൾ പോകുമോ? ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ കുട്ടികൾ പറയുമായിരുന്നു, ഈ കിരീടവും സിംഹാസനവും എന്തു ചെയ്യുവാനാണ്? ബാബയെ ലഭിച്ചു കഴിഞ്ഞു എന്നിരിക്കെ ഇതെന്താണ്? അപ്പോൾ ഈ ഗോൾഡൻ വേൾഡിൻ്റെ ഗിഫ്റ്റിനു മുന്നിൽ ഒരു ഗിഫ്റ്റും വലുതാവുക സാധ്യമല്ല. ചില കുട്ടികൾ ചോദിക്കുന്നു, അവിടെ എന്തെല്ലാം പ്രാപ്തി ഉണ്ടായിരിക്കും? അപ്പോൾ ബാബ്ദാദ പറയുന്നു, പ്രാപ്തികളുടെ ലിസ്റ്റ് നീണ്ടതാണ്. എന്നാൽ സാരരൂപത്തിൽ എന്തു പറയും? അപ്രാപ്തമായ ഒരു വസ്തുവുമില്ല. എന്താണോ ജീവിതത്തിൽ വേണ്ടത് ആ എല്ലാ പ്രാപ്തികളും ഉണ്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ഗോൾഡൻ ഗിഫ്റ്റിൻ്റെ അധികാരികളായ ആത്മാക്കളാണ്. അധികാരിയാണല്ലോ. ഡബിൾ വിദേശി അധികാരിയാണോ? കൈവീശുന്നു. എല്ലാവരും രാജാവാകുമോ? എങ്കിൽ ഇത്രയും സിംഹാസനം തയ്യാറാക്കേണ്ടി വരും. ബാബ്ദാദ പറയുന്നു, ആ സിംഹാസനം തന്നെയാണ്. സർവപ്രാപ്തികളുമുണ്ട്. എന്നാൽ ഈ സംഗമയുഗത്തിൻ്റെ സ്വരാജ്യം അതിനേക്കാൾ കുറഞ്ഞതല്ല. ഇപ്പോൾ രാജാവാണല്ലോ. പ്രജയാണോ? റോയൽ ഫാമിലിയിലേതാണോ? എന്താണ്? എൻ്റെ ഓരോരോ കുട്ടിയും രാജാവാകുന്ന കുട്ടിയാണ് എന്ന നിശ്ചയത്തോടെ പറയുന്ന ഒരേ ഒരു പിതാവേ ഉള്ളൂ. രാജാവാണല്ലോ. രാജയോഗിയാണോ പ്രജായോഗിയാണോ? ഈ സമയം എല്ലാവരും ഹൃദയ സിംഹാസനസ്ഥരും സ്വരാജ്യ അധികാരിയുമായ രാജാവായ കുട്ടികളാണ്. ഇത്രയും ആത്മീയ ലഹരി നിലനിൽക്കുന്നുണ്ടോ? കാരണം ഈ സമയത്തെ സ്വരാജ്യത്തിലൂടെ തന്നെയാണ് ഭാവിയിലെ രാജ്യം പ്രാപ്തമാകുന്നത്. ഈ സംഗമയുഗം വളരെ 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 അമൂല്യവും ശ്രേഷ്ഠവുമാണ്. സംഗമയുഗത്തെ ബാബ്ദാദയും എല്ലാ കുട്ടികളും അറിയുന്നുണ്ട്. സന്തോഷത്താൽ സംഗമയുഗത്തിന് എന്ത് പേരാണ് നൽകുന്നത്? ആഹ്ലാദങ്ങളുടെ യുഗം. എന്തുകൊണ്ട്? ഇവിടെ സംഗമം പോലെ ആഹ്ലാദം മുഴുവൻ കൽപ്പത്തിലും ഇല്ല. കാരണം എന്താണ്? പരമാത്മാവുമായുള്ള കൂടിക്കാഴ്ചയുടെ ആഹ്ലാദം
മുഴുവൻ കൽപ്പത്തിലും ഇപ്പോഴാണ് ലഭിക്കുന്നത്. സംഗമയുഗത്തിലെ ഓരോരോ ദിവസവും എന്താണ്? ആഹ്ലാദം തന്നെ ആഹ്ലാദമാണ്. ആഹ്ലാദമുണ്ടല്ലോ, ആഹ്ലാദമാണ്, കുഴങ്ങിപ്പോകുന്നില്ലല്ലോ. ഓരോ ദിവസവും ഉത്സവമാണ്, കാരണം ഉത്സാഹമുണ്ട്, ഉന്മേഷമുണ്ട്. തൻ്റെ സർവ സഹോദരീ സഹോദരന്മാരെയും പിതാവായ പരമാത്മാവിൻ്റേതാക്കണം എന്ന ഉത്സാഹവുമുണ്ട്. സേവനത്തിൻ്റെ ഉന്മേഷവും ഉത്സാഹവും ഉണ്ടായിരിക്കുന്നല്ലോ. ഇത് ചെയ്യണം, ഇത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന പ്ലാൻ ഉണ്ടാക്കുന്നുവല്ലോ. കാരണം ഏതൊരു ശ്രേഷ്ഠ പ്രാപ്തിയാണോ ഉണ്ടാകുന്നത്, അത് മറ്റുള്ളവരെ കേൾപ്പിക്കാതെ ഇരിക്കുവാൻ സാധിക്കുന്നില്ല. ഈ സംഗമയുഗത്തിൻ്റെ പ്രാപ്തി ഗോൾഡൻ വേൾഡിലും ഉണ്ടാകും. ഇപ്പോഴത്തെ പുരുഷാർത്ഥത്തിൻ്റെ പ്രാപ്തിയാണ് ഭാവിയിലെ ഗോൾഡൻ വേൾഡ്. അപ്പോൾ സംഗമയുഗം നല്ലതായി തോന്നുന്നുവോ അതോ സത്യയുഗം നല്ലതായി തോന്നുന്നുവോ? ഏതാണ് നല്ലതായി തോന്നുന്നത്? സംഗമം നല്ലതാണല്ലോ. കേവലം ഇടയ്ക്കിടയ്ക്ക് മായ വരുന്നു, അല്പാൽപം ഇടയ്ക്കിടയ്ക്ക് കുഴങ്ങിപ്പോകുന്നു. ചില കുട്ടികൾ സഹജയോഗത്തെ പ്രയാസമുള്ള യോഗമാക്കി മാറ്റുന്നു. അങ്ങനെയല്ല, പക്ഷേ ആക്കി മാറ്റുന്നു. വാസ്തവത്തിൽ വളരെ സഹജമാണ്. പ്രയാസമായി തോന്നുന്നുണ്ടോ? ആർക്ക് പ്രയാസമായി തോന്നുന്നുവോ അവർ കൈ ഉയർത്തു. സദാ അല്ല, ഇടയ്ക്കിടയ്ക്ക് പ്രയാസമാണോ അതോ സഹജമാണോ? ആരാണോ പ്രയാസമുള്ള യോഗി അവർ കൈ ഉയർത്തു. മാതാക്കൾ പ്രയാസമുള്ള യോഗിയാണോ അതോ സഹജയോഗിയാണോ? ആരെങ്കിലും പ്രയാസമുള്ള യോഗിയാണോ? ആരും കൈ ഉയർത്തുന്നില്ല. മുഴുവൻ സഭയ്ക്കിടയിൽ എങ്ങനെ കൈ ഉയർത്തും? എല്ലാ കുട്ടികളും ലഹരിയോടെ പറയുന്നു, എൻ്റെ ബാബ. എൻ്റെ ബാബയാണോ ദാദിമാരുടെ ബാബയാണോ? എൻ്റെ ബാബയാണല്ലോ. ഓരോരുത്തരും പറയും ആദ്യം എൻ്റേത്. ഇങ്ങനെയാണല്ലോ. ഈ സിന്ധിക്കാർ എല്ലാവരും ഇരിക്കുകയാണല്ലോ. എൻ്റെ ബാബയാണോ ദാദി ജാനകിയുടേതാണോ? ദാദി പ്രകാശ്മണിയുടേതാണോ? ആരുടേതാണ്? എൻ്റേതാണോ? മുഴുവൻ ദിവസവും എന്താണ് ഓർമ്മയുണ്ടായിരിക്കുന്നത്? എൻ്റേത് ആണല്ലോ. ബാബ പറയുന്നു, വളരെ സഹജയുക്തിയാണ്. എത്ര തവണ എൻ്റേത് എൻ്റേത് എന്ന് പറയുന്നുവോ, മുഴുവൻ ദിവസത്തിലും എത്ര തവണ എൻ്റേത് എന്ന വാക്ക് പറയുന്നുണ്ട്? അഥവാ എണ്ണുകയാണെങ്കിൽ വളരെയധികം തവണ എൻ്റെ എന്ന വാക്ക് പറയുന്നുണ്ട്. എൻ്റേത് എന്ന വാക്ക് പറയുമ്പോൾ എൻ്റേത് ആരാണ്? എൻ്റെ ബാബ. പ്രയാസമാണോ? ഇടയ്ക്കിടയ്ക്ക് മറന്നു പോകുന്നുണ്ടോ? ബാബ് ദാദ ഏതെങ്കിലും പുതിയ വാക്ക് നൽകുന്നില്ല. സദാ ഞാനും എൻ്റേതും കാര്യത്തിൽ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഞാൻ ആരാണ്? എൻ്റേത് ആരാണ്? ചില കുട്ടികൾ പ്രയാസമുള്ള പുരുഷാർത്ഥം എന്തുകൊണ്ട് ചെയ്യുന്നു? കേവലം ഇങ്ങനെ ചിന്തിക്കുന്നു, ബിന്ദു മുന്നിൽ വരണം. ബിന്ദു ബിന്ദു ബിന്ദു. ബിന്ദു വഴുതി പോവുകയും ചെയ്യുന്നു. ബിന്ദുവാണ്, പക്ഷേ ഏത് ബിന്ദു? ഞാൻ ആരാണ്? ഈ തൻ്റെ സ്വമാനം സ്മൃതിയിൽ കൊണ്ടുവരൂ. അപ്പോൾ രമണീയ പുരുഷാർത്ഥം ഉണ്ടാകും. കേവലം ജ്യോതി ബിന്ദു എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ പ്രയാസം ഉണ്ടാകുന്നു. സഹജ പുരുഷാർത്ഥവും ആഹ്ലാദത്തിൻ്റെ പുരുഷാർത്ഥവും ചെയ്യൂ. ഈ നവവർഷത്തിൽ പുരുഷാർത്ഥവും ശ്രേഷ്ഠമാകണം. എന്നാൽ ശ്രേഷ്ഠത്തോടൊപ്പം ആദ്യം സഹജമാകണം. സഹജവുമാണ് ശ്രേഷ്ഠവുമാണ്. ഇത് സാധ്യമാണോ? രണ്ടും ഒരുമിച്ച് സാധ്യമാണോ? ഡബിൾ ഫോറിനേഴ്സ് പറയൂ, സാധ്യമാണോ? ബാബ് ദാദ നോക്കും. ബാബ് ദാദ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുവല്ലോ. പ്രയാസമുള്ള യോഗി ആരാണ് ആകുന്നത്? സഹജയോഗിയുടെ അർത്ഥം അലക്ഷ്യത്തിൻ്റെ പുരുഷാർത്ഥം ആയിരിക്കുക എന്നല്ല. ശ്രേഷ്ഠവുമാകണം, സഹജവുമാകണം. പാണ്ഡവർ സഹജയോഗിയാണോ? ആരാണോ സഹജയോഗി അവർ കൈ ഉയർത്തു. നോക്കണം,
TV-യിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ആശംസകൾ. അപ്പോൾ ഈ വർഷം ആരുടെയും മുന്നിൽ ഒരു പ്രയാസവും വരികയില്ല. കാരണം സഹജയോഗിയാണ്. അലക്ഷ്യരാകരുത്. സമയമനുസരിച്ച് ഈ നവവർഷത്തിൽ എല്ലാവരും വിശേഷിച്ച് ഈ ഒരു ലക്ഷ്യം വയ്ക്കണം. ഏതെല്ലാം ഖജനാവുകൾ പ്രാപ്തമാണോ, സമയം ഉണ്ട്, സങ്കല്പമുണ്ട്, ഗുണമുണ്ട്, ജ്ഞാനമുണ്ട്, ശക്തികൾ ഉണ്ട്. ഏറ്റവും വലിയ ഖജനാവ് സങ്കല്പമാണ്. ശ്രേഷ്ഠ സങ്കല്പം, ശുദ്ധ സങ്കല്പം. ഈ എല്ലാ ഖജനാവുകളെയും ഓരോ ദിവസവും സഫലമാക്കണം. നല്ലവണ്ണം പങ്കുവയ്ക്കൂ. ദാതാവിൻ്റെ കുട്ടികൾ, മാസ്റ്റർ ദാതാവാകൂ. നല്ലവണ്ണം പങ്കുവയ്ക്കൂ. എന്തുകൊണ്ട്? സഫലമാക്കുക എന്നാൽ സഫലത പ്രാപ്തമാക്കുക എന്നാണ്. അപ്പോൾ ഈ വർഷത്തിൻ്റെ ഈ ഒരു വിശേഷത സദാ നിലനിർത്തണം. സഫലമാക്കണം. സഫലത തീർച്ചയായും ഉണ്ടായിരിക്കുകയും ചെയ്യും. എല്ലാവരും പറയുന്നുമുണ്ടല്ലോ, സഫലത നമ്മുടെ ജന്മസിദ്ധ അധികാരമാണ്. അധികാരമാണോ? എങ്കിൽ സഫലമാക്കൂ. സഫലത പ്രാപ്തമാക്കൂ. ഏതൊരു കാര്യം ചെയ്താലും ഏതെങ്കിലും ഖജനാവിനെ സഫലമാക്കിക്കൊണ്ടിരിക്കൂ. സഫലതയുടെ അനുഭവം ചെയ്തുകൊണ്ടിരിക്കൂ. ചിന്തിക്കൂ, സഫലതയുടെ അധികാരം ബ്രാഹ്മണ ആത്മാക്കളായ താങ്കളുടേതല്ലാതെ മറ്റാരുടെയെങ്കിലും അധികാരമാവുക സാധ്യമാണോ? എന്തുകൊണ്ട്? കാരണം ബാബ താങ്കൾക്കാണ് സഫലതാ ഭവ എന്ന വരദാനം നൽകിയത്. ബാബ്ദാദ സദാ പറയുന്നു, ഓരോരോ ബ്രാഹ്മണ ആത്മാവും സഫലതയുടെ നക്ഷത്രമാണ്, സഫലത സ്വരൂപമാണ്. സഫലതയുടെ നക്ഷത്രമാണല്ലോ, അതോ പ്രയത്നത്തിൻ്റെ നക്ഷത്രമാണോ? ബാബ്ദാദ എല്ലാ കുട്ടികളെയും സഫലതയുടെ നക്ഷത്രം എന്ന സ്വരൂപത്തിലാണ് നോക്കുന്നത്. ബ്രഹ്മബാബ ആദിയിൽ എത്ര സമയത്തിനുള്ളിൽ എല്ലാം സഫലമാക്കി എന്നത് ഓർമ്മയുണ്ടോ? അന്തിമം വരെയും തൻ്റെ സമയം സഫലമാക്കി. കർമാതീതവുമായി. എന്നിട്ടും എത്ര കത്തുകൾ എഴുതി സമയം സഫലമാക്കിയല്ലോ. ലാസ്റ്റ് ദിവസം പോലും വായിലൂടെ മഹാവാക്യങ്ങൾ ഉച്ചരിച്ചു. ലാസ്റ്റ് ദിവസം വരെയും എല്ലാം സഫലമാക്കി. അതിനാൽ സഫലത പ്രാപ്തമായി. അപ്പോൾ ഫോളോ ഫാദർ. വാസ്തവത്തിൽ സംഗമയുഗത്തിലെ ഓരോരോ സങ്കല്പവും ഓരോരോ സെക്കൻഡും സഫലമാക്കുന്നത് തന്നെയാണ് സഫലതാമൂർത്തി ആവുക എന്നത്. എല്ലാവരും നിശ്ചയത്തോടെ പറയുന്നുവല്ലോ, ബ്രഹ്മബാബയോട് നമുക്ക് വളരെയധികം സ്നേഹമുണ്ട്. അപ്പോൾ സ്നേഹത്തിൻ്റെ അടയാളമാണ് എന്താണോ ബാബയ്ക്ക് പ്രിയമായിരുന്നത് അത് കുട്ടികൾക്ക് പ്രിയമാകണം. സമയവും സങ്കല്പവും സർവ ഖജനാവുകളും സഫലമാകണം. വ്യർത്ഥമാകരുത്. സ്നേഹത്തിൻ്റെ അടയാളമാണ് ഫോളോ ഫാദർ. ബ്രഹ്മബാബയുടെ എന്ത് വിശേഷതയാണ് കണ്ടത്? എന്ത് ചിന്തിച്ചുവോ അത് സെക്കൻഡിൽ ചെയ്തു. കേവലം ചിന്തിക്കുക മാത്രമല്ല, പ്ലാൻ ഉണ്ടാക്കുക മാത്രമല്ല, പ്രാക്ടിക്കലിൽ ചെയ്തു കാണിച്ചു. അപ്പോൾ ഇങ്ങനെയാണോ? ഫോളോ ചെയ്യുന്നവർ ആണല്ലോ. നല്ലതാണ്. ഇന്ന് വളരെ പേർ വന്നിരിക്കുകയാണ്. ന്യൂ ഇയർ ആഘോഷിക്കുന്നതിനു വേണ്ടി. നല്ലതാണ്. അഥവാ ഹാൾ ചെറുതായി പോയെങ്കിൽ നോക്കൂ, ഹൃദയം വലുതാണ്. അപ്പോൾ നോക്കൂ, ഹൃദയം വലുതായെങ്കിൽ ഉൾക്കൊണ്ടുവല്ലോ. ഇന്ന് സഭയിൽ 18,000 19,000 സഹോദരീ സഹോദരന്മാർ ഇരിക്കുകയാണ്. എല്ലാവരും പുറത്തിരുന്നു കൊണ്ടും കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ. പുറത്ത് ഇരിക്കുന്നവർ കേട്ടുകൊണ്ടിരിക്കുകയാണ്. അവരെ കാണുവാനാകില്ല. ബാബ്ദാദ കേട്ടു, ഫോറിനിൽ ഏറ്റവും കൂടുതലായി ഓസ്ട്രേലിയയിലുള്ളവർ രാത്രി 12 മണിക്ക് ഇരിക്കുന്നു. 4 മണിക്ക് അമൃതവേള ചെയ്ത ശേഷം എഴുന്നേൽക്കുന്നു.
അപ്പോൾ ബാബ്ദാദയും ഇന്ന് ഓസ്ട്രേലിയയെ ഓർമ്മിച്ചു കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഓസ്ട്രേലിയയിൽ ഉള്ളവർ കൈ ഉയർത്തു. ത്രിമൂർത്തി ആശംസകൾ ആദ്യം ഓസ്ട്രേലിയയ്ക്കും പിന്നെ സർവർക്കും. ഈ വർഷത്തെ ലക്ഷ്യം പറഞ്ഞു തന്നു. സഫലമാക്കൂ. സഫലത തീർച്ചയായും ഉണ്ട്. ഇത് എല്ലാവരും ഉറപ്പിച്ചുവോ? സഫലമാക്കണം. വ്യർത്ഥം പാടില്ല. സംഗമയുഗം സമർത്ഥയുഗമാണ്. സഫലതയുടെ യുഗമാണ്, വ്യർത്ഥത്തിൻ്റേതല്ല. വ്യർത്ഥത്തിൻ്റെ 63 ജന്മങ്ങൾ സമാപ്തമായി. ഇപ്പോൾ ഈ ചെറിയൊരു യുഗം സഫലമാക്കാനുള്ള യുഗമാണ്. അഥവാ സമയം സഫലമാക്കുകയാണെങ്കിൽ ഭാവിയിലും പകുതി കൽപ്പത്തിൻ്റെ മുഴുവൻ സമയവും രാജ്യ അധികാരിയാകും. അഥവാ ഇടയ്ക്കിടയ്ക്കാണ് സഫലമാക്കുന്നതെങ്കിൽ ഇടയ്ക്കിടയ്ക്കായിരിക്കും രാജ്യ അധികാരിയും ആകുന്നത്. സമയം സഫലമാക്കുന്നതിൻ്റെ പ്രാപ്തി ഇതാണ്. ശ്വാസം സഫലമാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ 21 ജന്മം തന്നെ ആരോഗ്യകരമായിരിക്കും. നടന്ന് ഹാർട്ട് ഫെയിൽ ആവുകയില്ല. ചിലരുടെ ഹാർട്ട് നിന്നു പോകുന്നു, ചിലരുടെ ധമനികൾ അടഞ്ഞു പോകുന്നു. അതുണ്ടാവുകയില്ല. ജ്ഞാനത്തിൻ്റെ ഖജനാവിനെയും സഫലമാക്കൂ. ജ്ഞാനത്തിൻ്റെ അർത്ഥമാണ് വിവേകം. അവിടെ ഇത്രമാത്രം വിവേകശാലിയായി മാറും. അത് കാരണം മന്ത്രിമാരുടെ ആവശ്യമില്ല. ഇക്കാലത്താണെങ്കിൽ നോക്കൂ, ശപഥം എടുത്തുകൊണ്ട് തന്നെയാണ് ആദ്യം മന്ത്രിസഭ ഉണ്ടാക്കുന്നത്. അവിടെ സഹചാരി ഉണ്ടായിരിക്കും, പക്ഷേ മന്ത്രി ഉണ്ടായിരിക്കില്ല. ദർബാറിൽ ഇരിക്കുന്ന റോയൽ ഫാമിലിയിലെ ഓരോരുത്തരും കിരീടധാരിയായിരിക്കും. റോയൽ ഫാമിലിയും കുറഞ്ഞതൊന്നുമായിരിക്കില്ല. സിംഹാസനത്തിൽ ഇരുന്നില്ലെങ്കിൽ പോലും പദവി ഒരേപോലെ തന്നെയായിരിക്കും. അതിനാൽ വളരെ കുറച്ചുപേരെ സിംഹാസനത്തിൽ ഇരിക്കുന്നവരാവുകയുള്ളൂ എന്ന് ചിന്തിക്കരുത്. എന്നാൽ താങ്കളും രാജദർബാറിൽ രാജ്യ അധികാരിയുടെ രൂപത്തിൽ ഉണ്ടാകും. താങ്കളുടെ ശിരസിലും കിരീടമുണ്ടാകും. താങ്കൾക്ക് പൂർണ്ണ അധികാരം ഉണ്ടായിരിക്കും. അപ്പോൾ എന്താകും? നമ്പർ 1ഓ നമ്പർ വൈസോ? എന്താകും? നമ്പർ വൈസ് ആകുമോ? നമ്പർ 1 ആകുമോ? അപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും അറിയാമോ? ധൈര്യം കാണിച്ചു. ഇത് വളരെ നല്ലതാണ്. എന്നാൽ നമ്പർ 1 ആകുന്നതിനു വേണ്ടി ആദ്യം വിൻ ചെയ്യേണ്ടി വരും. ചെയ്തുകൊണ്ടിരിക്കുകയാണല്ലോ. ചെയ്യാം എന്ന് പറയരുത്. ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മറ്റുള്ളവരും കേട്ടുകൊണ്ടിരിക്കുകയാണ്. പഴയ സിന്ധിലെ ബ്രഹ്മാവിൻ്റെ സഹചാരികൾ ധാരാളം വന്നിരിക്കുകയാണ് എന്ന് ഇന്ന് കേട്ടു. കൈ ഉയർത്തു. ചെറിയ കുട്ടികൾ എഴുന്നേൽക്കൂ. പരിവാരത്തിൻ്റെ പരിവാരം വന്നിരിക്കുകയാണ്. ശരി, എന്തെങ്കിലും അതിശയം കാണിക്കുമല്ലോ. എന്ത് കാണിക്കും? മുന്നിലുള്ളവർ പറഞ്ഞു, മെസ്സേജ് നൽകും. അത് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ശരി, 38 പേർ വന്നിരിക്കുകയാണ്. അപ്പോൾ എന്ത് അതിശയം ചെയ്യും? കൂടുതൽ പറയുന്നില്ല, ചെറിയൊരു കാര്യം പറയുകയാണ്. ചെയ്യുന്നതിനായി തയ്യാറാണോ? കുട്ടികളും അതിശയം ചെയ്യുമല്ലോ. മുന്നിലുള്ളവർ പറഞ്ഞു, 38 ലക്ഷം തയ്യാറാക്കും. കോടി കോടി മടങ്ങ് ആശംസകൾ. നിങ്ങൾ വലിയ കാര്യമാണ് പറഞ്ഞത്. എന്നാൽ ബാബ്ദാദ ചെറിയൊരു കാര്യം പറയുകയാണ്. അത് ഇതാണ്: ഓരോരുത്തരും ഒരാളെ കൊണ്ടുവരൂ. കൊണ്ടുവരണമോ? ഒരാളെ കൊണ്ടുവരൂ. കുട്ടികൾ കുട്ടികളെ കൊണ്ടുവരൂ. മാതാക്കൾ സഹോദരനെയും സഹോദരിയെയോ കൊണ്ടുവരൂ. എന്നാൽ ഓരോരുത്തരും ഒരാളെ കൊണ്ടുവരണം. ഈ ഗ്രൂപ്പിനെ നോക്കൂ. താങ്കൾ ഇവരെ ഗൈഡ് ചെയ്യണം. അടുത്ത വർഷം കൊണ്ടുവരിക തന്നെ വേണം. ഡബിൾ ഗ്രൂപ്പ് കൊണ്ടുവരണം. ബാബ്ദാദ ഇതാണ് ആഗ്രഹിക്കുന്നത്. എവിടെ നിന്നാണോ ആദ്യം ഉണ്ടായത് അവിടെ നിന്ന് തന്നെ പ്രത്യക്ഷത ഉണ്ടാകണം. ദയ തോന്നുന്നുവല്ലോ. ബ്രഹ്മബാബയുടെ ദേശത്തിലെ വാസികളാണ്. അപ്പോൾ
ദേശവാസികളോട് സ്നേഹം ഉണ്ടായിരിക്കും. താങ്കളുടെ അടുക്കൽ ഖജനാവുകൾ ധാരാളമുണ്ട്. ഗുണങ്ങളുടെ ഖജനാവ് എത്ര വലുതാണ്! ശക്തികളുടെ ഖജനാവ് എത്ര വലുതാണ്! അപ്പോൾ ഗുണദാനവും ശക്തികളുടെ ദാനവും ചെയ്യുന്ന മാസ്റ്റർ ദാതാവാകൂ. ആര് തന്നെ വന്നാലും, സംബന്ധത്തിൽ വന്നാലും സമ്പർക്കത്തിൽ വന്നാലും അവർക്ക് ഏതെങ്കിലും ഗുണത്തിൻ്റെയോ ശക്തിയുടെയോ ഗിഫ്റ്റ് നൽകണം. ആരും ഒഴിഞ്ഞ കൈയോടെ പോകരുത്. മറ്റൊന്നുമില്ലെങ്കിൽ ബാബയുടെ സന്ദേശത്തിൻ്റെ മധുരവാക്കുകൾ, ആ മധുരവാക്കുകളും ഗിഫ്റ്റായി നൽകണം. ലോകത്തുള്ളവരാണെങ്കിൽ ഏതെങ്കിലും ഉത്സവമാകുമ്പോൾ അന്യോന്യം വായ് മധുരിതമാക്കുന്നു, മധുരം നൽകുന്നു. എന്നാൽ ബാബ്ദാദ പറയുന്നു, മധുരിതം ആക്കുക തന്നെ വേണം. എന്നാൽ തൻ്റെ മധുരമായ മുഖവും കാണിച്ചു കൊടുക്കണം. കേവലം വായ് മാത്രമല്ല മധുരം, മുഖവും മധുരമാകണം. ഇത്രയും മധുരത ശേഖരിച്ചുവല്ലോ, അത് വിതരണം ചെയ്താൽ പോലും നിറഞ്ഞവരായിരിക്കണം. ഈ ഖജനാവിനെ എത്ര വീതിക്കുമോ അത്രയും വർദ്ധിക്കും, കുറയുകയില്ല. അപ്പോൾ ഈ വർഷം നോട്ട് ചെയ്യണം. ഏതെല്ലാം ആത്മാവ് വന്നുവോ അവർക്ക് എന്തെങ്കിലും നൽകിയോ? അഥവാ കേൾക്കുന്നവരല്ലെങ്കിൽ മധുരമായ ശക്തിശാലി ദൃഷ്ടി നൽകണം. എന്നാൽ തീർച്ചയായും നൽകണം. ഒഴിഞ്ഞവരായി പോകരുത്. ഇത് സഹജമാണല്ലോ, അതോ പ്രയാസമാണോ? ശരി, 1 സെക്കൻഡിൽ മനസ്സിൻ്റെ ഡ്രിൽ ഓർമ്മയുണ്ടോ? ഓരോരുത്തരും മുഴുവൻ ദിവസത്തിലും എത്ര തവണ ഈ ഡ്രിൽ ചെയ്യുന്നുണ്ട്? ഇത് നോട്ട് ചെയ്യൂ. ഈ മനസ്സിൻ്റെ ഡ്രിൽ എത്ര തവണ ചെയ്യുമോ അത്രയും തന്നെ സഹജയോഗിയും സരള യോഗിയുമാകും. ഒരു ഭാഗത്ത് മനസ്സാ സേവനം, മറുഭാഗത്ത് മനസ്സാ എക്സസൈസ്. ഇപ്പോൾ നിരാകാരി, ഇപ്പോൾ തന്നെ ഫരിഷ്ത. ബ്രഹ്മബാബ ഫരിസ്തകളായ താങ്കളെ ആഹ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫരിസ്തയായി ബ്രഹ്മബാബയുടെ കൂടെ തൻ്റെ വീട്ടിൽ നിരാകാര രൂപത്തിൽ പോകണം, പിന്നെ ദേവതയായി പോകണം. ശരി, 4 ഭാഗത്തുമുള്ള വളരെ വളരെയധികം സ്നേഹസ്മരണകൾ കാർഡിൻ്റെ രൂപത്തിലായാലും കത്തുകളുടെ രൂപത്തിലായാലും ബാബ്ദാദയുടെ അടുക്കൽ എത്തിച്ചേരുന്നു. ബാബ്ദാദ അറിയുന്നുണ്ട്, ഓരോ കുട്ടിയും ഇത് മനസ്സിലാക്കുന്നു, എൻ്റെ ഓർമ്മ ബാബയ്ക്ക് നൽകണം. എന്നാൽ ലഭിച്ചു കഴിഞ്ഞു. സ്നേഹസ്മരണകൾ നൽകുന്ന വളരെയധികം ഓമനകളായ കുട്ടികൾ ബാബ്ദാദയുടെ മുന്നിലുണ്ട്. അതിനാൽ ബാബ്ദാദ പറയുന്നു, ഓരോ കുട്ടിക്കും അവരവരുടെ നാമത്തിൽ ആശംസകളും ഹൃദയത്തിൻ്റെ ആശീർവാദങ്ങളും സ്വീകരിച്ചാലും നിങ്ങൾക്കേവർക്കും നവജീവിതത്തിൻ്റെയും നവയുഗത്തിൻ്റെയും നവവർഷത്തിൻ്റെയും വളരെ വളരെ പദമം 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 പദമമിരട്ടി ആശംസകൾ, ഹൃദയത്തിൽ നിന്നുള്ള ആശീർവാദങ്ങൾ, സ്നേഹസ്മരണകൾ. നമസ്തേ. ബാബ്ദാദ സർവ കുട്ടികൾക്കും നവവർഷത്തിൻ്റെ ആശംസകൾ നൽകി. 4 ഭാഗത്തുമുള്ള വളരെ മധുരവും വളരെ പ്രിയപ്പെട്ടവരുമായ കുട്ടികൾക്ക് പദമം പദമം മടങ്ങ് ന്യൂ ഇയറിൻ്റെ ആശംസകൾ. ഈ ഏതൊരു നിമിഷമാണോ കടന്നുപോയത്, ഇത് വിട പറയലിൻ്റെയും ആശംസകളുടെയും നിമിഷങ്ങളാണ്. ഒരു ഭാഗത്ത് വിട നൽകണം. സമ്പന്നമാകുന്നതിൽ ഏതൊരു കുറവാണോ സ്വയം തന്നിൽ അനുഭവിക്കുന്നത്, അതിന് വിട. സദാകാലത്തേക്ക് വിട നൽകണം. ഭാവിയിൽ പറക്കുന്നതിനു വേണ്ടി ആശംസകൾ, 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 ആശംസകൾ. ശരി. ഓം ശാന്തി. വരദാനം: സ്മൃതിയെ അനുഭവത്തിൻ്റെ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യിക്കുന്ന നമ്പർ 1 വിശേഷ ആത്മാവായി ഭവിക്കട്ടെ. എല്ലാ ബ്രാഹ്മണ ആത്മാക്കളുടെയും ഉള്ളിൽ നമ്മൾ വിശേഷ ആത്മാവും നമ്പർ 1ഉമാകണം എന്ന സങ്കല്പമുണ്ട്. എന്നാൽ സങ്കല്പത്തിൻ്റെയും കർമ്മത്തിൻ്റെയും വ്യത്യാസം സമാപ്തമാക്കുന്നതിനായി സ്മൃതിയെ അനുഭവത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട്. ഏതുപോലെ കേൾക്കുന്നതും അറിയുന്നതും
ഓർമ്മയുണ്ടായിരിക്കുന്നുവോ? അതേപോലെ സ്വയം തന്നെ ആ അനുഭവത്തിൻ്റെ സ്ഥിതിയിൽ കൊണ്ടുവരണം. ഇതിനുവേണ്ടി സ്വയം തൻ്റെയും സമയത്തിൻ്റെയും മഹത്വം അറിഞ്ഞ് മനസ്സിനെയും ബുദ്ധിയെയും ഏതെങ്കിലും അനുഭവത്തിൻ്റെ സീറ്റിൽ സെറ്റ് ചെയ്യൂ. അപ്പോൾ നമ്പർ 1 വിശേഷ ആത്മാവായി മാറും. സ്ലോഗൻ: തിന്മയുടെ വൈരം ഉപേക്ഷിച്ച് നന്മയുടെ റേസ് ചെയ്യൂ. ഓം ശാന്തി. സങ്കൽപ്പങ്ങളുടെ സർവവിസ്താരത്തെയും സാരരൂപത്തിൽ ഒതുക്കി എൻ്റെ ശ്രദ്ധയെ ഞാൻ ആത്മജ്യോതിയിൽ സ്ഥിരമാക്കുന്നു. ഞാൻ സ്വരാജ്യ അധികാരി ആത്മാവാകുന്നു. പവിത്ര സ്വരൂപമാണ്. ഈ ശക്തിശാലി സ്വമാനം സ്ഥൂല കർമ്മേന്ദ്രിയങ്ങളെ ശീതളമാക്കി മാറ്റുന്നു. മനസ്സും ബുദ്ധിയും സംസ്കാരവും ആകുന്ന സൂക്ഷ്മ ശക്തികളെ എൻ്റെ നിയന്ത്രണത്തിൽ വരുത്തുന്നു. പവിത്ര സ്വരൂപ ആത്മാവായ എന്നിൽ നിന്നും പവിത്രതയുടെ പ്രകാശ തരംഗങ്ങൾ നാനാഭാഗത്തും വ്യാപിക്കുന്നു. ഞാൻ ബുദ്ധിബലത്തിലൂടെ ദൃശ്യ പ്രപഞ്ചത്തിനും ഉപരിയാകുന്നു. സ്വർണ്ണ ചുവന്ന പ്രകാശം സർവത്ര വ്യാപിച്ചിരിക്കുന്ന എൻ്റെ മധുരമായ ഗ്രഹത്തിൽ, നിരാകാരി ലോകത്തിൽ നിരാകാരനായ പരമാത്മാവിൻ്റെ സമീപം നിരാകാര സ്വരൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു. പരമാത്മാവിൻ്റെ ദിവ്യവും തേജസ്വിയുമായ സ്വരൂപത്തിൽ മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കുമ്പോൾ പരമാത്മാവിൽ നിന്നും ഒരു പ്രകാശധാരയായി പ്രവഹിക്കുന്ന സമസ്ത ശക്തികളും ഗുണങ്ങളും ആത്മാവിൽ നിറയുന്നു. ഈ ദിവ്യ അലൗകിക ഈശ്വരീയ സംഘത്തിലൂടെ പ്രാപ്തമായ ശക്തി സർവ അലൗകിക വിശേഷതകളെയും ജീവിതത്തിൽ പകർത്തുവാനുള്ള വിശേഷ വരദാനമായി മാറുന്നു.
ഈ സമ്പന്നമായ അലൗകിക സ്ഥിതി നിലനിർത്തി ഞാൻ മസ്തക സിംഹാസനത്തിലേക്ക് ബുദ്ധിബലത്താൽ മടങ്ങി വരുന്നു.